ലെജൻസ് നമ്മുടെ ചുരിദാറിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട്. നമുക്ക് ഫസ്റ്റ് വൺ വരുന്നത് എല്ലാവരുടെയും തിരിച്ച് റീസ്റ്റോക്ക് ഒരുപാട് പേര് ചോദിച്ചൊരു പ്രൊഡക്റ്റ് ആട്ടോ. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു കളർ ചാർട്ട് എക്സ്ട്രാ ഒരു 1-2 കളറും കൂടെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം രീതി തന്നെയാണ്. ഫസ്റ്റ് കളർ നല്ല ബ്ലൂ കളറിൽ ദുപ്പട്ട ഇതുപോലെ നമ്മുടെ സെമി മോഡലിൻ്റെ അതേ ഫീൽ തന്നെ കൊടുത്ത് ചെയ്തേക്കുന്ന ഐറ്റം ആട്ടോ. ഭയങ്കര സോഫ്റ്റ് ഫാബ്രിക്കാണ്, നല്ല ലെങ്ത് ഉണ്ട്. ബോർഡറിന് ഇതുപോലെ ഗോൾഡൻ ലൈറ്റ് ഗോൾഡൻ്റെ ഒരു ബോർഡർ. ഇത് ശരിക്കും ദാമൻ പോർഷൻ ആട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയാക്കി തയ്ക്കാം, ഞാൻ തിരിച്ച് പിടിച്ച് കാണിച്ചതേ ഉള്ളൂ. താഴെയാക്കി തയ്ച്ചാലും അടിപൊളിയായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. പിന്നെ ഒരു പ്രത്യേകത വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ റേറ്റ് നമുക്ക് പിന്നെയും റേറ്റ് കുറച്ചാണ് ഇപ്രാവശ്യം വന്നേക്കുന്നത്. 1190 ലാസ്റ്റ് ടൈം വന്നിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം 1100 ഉള്ളൂ കേട്ടോ. നമ്പർ AC 489. അടുത്ത കളറാണ്. അടുത്ത കളർ നല്ല ഡാർക്ക് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. അതിലും സെയിം തന്നെ ഈ ഒരു പ്രിൻ്റ് ആയിരുന്നു കൂടുതൽ ചോദിച്ചിരുന്നത്. ഞാൻ 2 പ്രിൻറ്റിൽ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രിൻ്റാണ് എല്ലാവരും ചോദിച്ചത്, അതുകൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ അതും ദുപ്പട്ടയും ആ ഒരു ബാക്കിയെല്ലാം സെയിം തന്നെ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ കൂടുതൽ എണ്ണം എടുക്കുമ്പോഴത്തേക്കും കുറച്ച് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയതുകൊണ്ട് ഞാൻ റേറ്റ് നിങ്ങൾക്ക് കുറച്ച് തന്നേ ഉള്ളൂ. നല്ല ലെങ്ത്തും ഉള്ള ഐറ്റം കേട്ടോ. വാഷ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷേ സെപ്പറേറ്റ് വാഷ് ചെയ്താൽ മതി. കാരണം ഇതിങ്ങനെ സോഫ്റ്റ് മെറ്റീരിയല. പ്യുവർ മോഡലാണെങ്കിലും ആ ഒറിജിനൽ ഐറ്റം വരുന്ന പോലെ തന്നെ അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ജസ്റ്റ് ഒന്ന് മുക്കി എടുക്കാവുള്ളൂ. എന്തായാലും നിങ്ങൾ ഇതിന് കോട്ടൺ പോലത്തെ ലൈനിങ് ആയിരിക്കുമല്ലോ കൊടുക്കുന്നത്. അപ്പം എന്തായാലും സെപ്പറേറ്റ് വാഷ് ജസ്റ്റ് ഒന്ന് മുക്കി എടുക്കാവുള്ളൂ. കാരണം ഭയങ്കര സോഫ്റ്റ് ഫാബ്രിക് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഡെയിലി ഉപയോഗിക്കാൻ വേണ്ടി തന്നെ എല്ലാവരും എടുക്കുന്നത്. അങ്ങനെ ഒത്തിരി പേരെടുത്ത് നന്നായിട്ട് തയ്ച്ചിട്ട് ഞാൻ ഒത്തിരി പേരെ കണ്ടാണ്. നല്ല രസമായിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ ഇതാണ് ദുപ്പട്ടയുടെ കോമ്പിനേഷൻ നോക്കിയാൽ മതി. എല്ലാത്തിലും ആ ഒരു ടോപ്പിൻ്റെ കളറുമായിട്ട് നന്നായിട്ട് മാച്ചായി പോകും കേട്ടോ. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ആ മെയിൻ ഷെയ്ഡുമായിട്ട് വൈറ്റും പിന്നെ ഒരു യെല്ലോ പോലത്തെ കോമ്പിനേഷനുമാണ്. ഗ്രീനുമായിട്ട് ഭയങ്കര രസമുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ബോർഡറും ഒക്കെ ആ ഒരു യെല്ലോയുടെ കോമ്പിനേഷൻ ആയതുകൊണ്ട് ഗ്രീൻ്റെ കൂടെ ഭയങ്കര മാച്ചിങ്ങാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് AC 491, റേറ്റ് 1100. അടുത്ത ഷെയ്ഡ് നല്ല ജെറ്റ് ബ്ലാക്ക് കളറാണ് കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ച് വെച്ചുകൂടെ ഒന്ന് കാണിച്ചു തരാം. കാരണം നിങ്ങൾക്ക് തയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള അറിയാലോ. മറ്റേതുപോലും തയ്ക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കാരണം എക്സ്ട്രാ അവിടെ ഒരു ഇത് ബോർഡർ പോലെ വന്നിട്ടുണ്ട്. അവിടെ തിരിച്ച് വെച്ച് തയ്ച്ചാൽ നമുക്ക് ആ യോക്കിൽ അത് കിട്ടിക്കോളും. അപ്പോൾ ഇതാണ് എൻ്റെ തിരിച്ച്. ശരിക്കും ഇങ്ങനെ തയ്ക്കുന്നതാണ് കുറച്ച് ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. ബോർഡർ ദാമൻ പോർഷനായിട്ട് വരുമ്പം ഞാൻ ഇതിനെ പിടിച്ചിരിക്കുന്നതായിരിക്കും. ഏകദേശം ഇവിടെ വരും. അപ്പോൾ നമ്മൾ ആ ഒരു ദുപ്പട്ട ഇടുമ്പം കറക്റ്റായിട്ട് രണ്ടും ആ ഒരു ലെവലിൽ തന്നെ ഫുൾ നല്ലൊരു ബോർഡർ കിട്ടും. ബോട്ടം എല്ലാത്തിനും ഉണ്ട് കേട്ടോ. ഞാൻ കാണിക്കാൻ മറന്നു പോയതാണ്. ബോട്ടം ഇതിന് സാറ്റിൻ സിൽക്കാണ് കൊടുത്തേക്കുന്നത്, നോർമൽ രീതി വരുന്ന പോലെ തന്നെ. ഇതിൻ്റെ നമ്പർ AC 494, റേറ്റ് 1100. ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്രൗൺ കളറാണ് കേട്ടോ. കോഫി ബ്രൗണിൻ്റെ ഒക്കെ ഏകദേശം ആ ടൈപ്പിൽ കളറാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ കളർ ഇല്ലായിരുന്നു, ചെറിയ വേരിയേഷനിലായിരുന്നു വന്നിരുന്നത്. പക്ഷേ ഇത് ഭയങ്കര രസമായിട്ട് ഈ കളർ കാണാൻ. മാത്രമല്ല നല്ല ലെങ്ത്തും ഉണ്ട്. ഞാൻ ഇത് മടക്കിയും കൂടെ വെച്ചേക്കുന്നത് കണ്ടില്ലേ. എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ മെറ്റീരിയൽ നിങ്ങൾക്കൊരു 3XL വരെ തയ്ക്കാൻ പറ്റും കേട്ടോ. അത്രയും നല്ല വലിപ്പമുള്ള മെറ്റീരിയൽ. ദുപ്പട്ടയാണെങ്കിലും ഈവൻ നല്ല ഹൈറ്റിൽ ഇറക്കും പറ്റും. 2.5 അടുത്ത് നമുക്കത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം സാറ്റിൻ സിൽക്കാണ്. നമ്പർ AC 493, റേറ്റ് 1100. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു വൈൻ കൂടിയിട്ടുള്ള ഷെയ്ഡാണ്. നല്ല കളറാണ് കേട്ടോ. നമ്മുടെ നോർമൽ വൈൻ എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ഡാർക്കർ ടോണിലല്ല, കുറച്ചുകൂടെ ഒരു ലൈറ്റർ ടോണിൽ വരുന്നൊരു വൈൻ കൂടിയിട്ടുള്ള ഷെയ്ഡിലെ അതാണ് കേട്ടോ. ചെറിയ പർപ്പിൾ മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് എന്ന് പറയാം. ഭയങ്കര അടിപൊളി കളറാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത്. താഴത്തെ ബോർഡറായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി തയ്ക്കാം, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ചിലർക്ക് യോക്ക് വെക്കാനാണ് ഇഷ്ടം. ഇതിൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നു യോക്കല്ലേലും ചെറിയൊരു ബട്ടൺ ഡിസൈൻ പോലെ വല്ലതും കൊടുത്തിട്ട് ബോർഡറാക്കി തയ്ച്ചാലും നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും കേട്ടോ. ഇത് സാധാരണ രീതിയിൽ നെക്ക് കൊടുത്താലും നല്ല, കാരണം ഈ ദുപ്പട്ടയുടെ ഭംഗി അങ്ങനെ കിട്ടുമെന്ന്. നോർമൽ നെക്ക് അല്ലെങ്കിൽ ഒരു സ്ക്വയർ നെക്ക് കൊടുത്താലും നല്ലതായിരിക്കും. സ്ക്വയറോ റൗണ്ടോ അങ്ങനത്തെ സിമ്പിൾ നെക്കിലായിരിക്കും എനിക്ക് തോന്നുന്നു ഈ ഷോളിന് കുറച്ച് ഭംഗി കൂടുതൽ കിട്ടുന്നത്. ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. ഇത് കണ്ടോ. പിന്നെ ആ ഒരു ചുളുക്കം പോലെ അത് അത്ര തന്നെ ഉള്ളതാണ്. അത് ആ മെറ്റീരിയൽ അത്രയും ഇങ്ങനെ സോഫ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ വൃത്തികേടായിട്ടൊന്നും ഇല്ല കേട്ടോ. സെമി മോഡലിൽ നോർമലി വരുന്ന പോലെ തന്നെ ഇരിക്കുള്ളൂ. പിന്നെ നമ്പർ AC 492, റേറ്റ് 1100. നമുക്കിതിൻ്റെ ലാസ്റ്റ് കളറാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ രാമ ബ്ലൂ ആണ് ഷെയ്ഡ്. ചെറിയ ഡാർക്കായിട്ട് തോന്നിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ഭയങ്കര ഓവറായിട്ടുള്ള ഡാർക്കർ ഒരു ബ്ലൂ ഷെയ്ഡല്ല. എന്നാലും നമ്മുടെ രാമ ബ്ലൂ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ഏകദേശം രാമ ബ്ലൂവിൻ്റെ ആ ഒരു ഡാർക്കർ ടോണാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തും ദുപ്പട്ട എല്ലാത്തിനും കൂടി ഈ ഡാർക്കർ ഷെയ്ഡ് ആയതുകൊണ്ട് ഈ ഒരു കോമ്പിനേഷൻ നല്ല കേട്ടോ. ഈ ഒരു ബോർഡറിൻ്റെയും അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്ന ആ ഒരു പ്രിൻറ്റിൻ്റെയും ബാന്തിനി പാറ്റേണിലാണ് പ്രിൻറ്റ് കൊടുത്തേക്കുന്നത്. ആ ഒരു ടൈപ്പ് കളർ കോമ്പിനേഷൻ്റെ കൂടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതെല്ലാം നിൽക്കും. ഏത് ഷെയ്ഡ് എടുത്താലും നല്ല കേട്ടോ. അത്ര ഭംഗിയുള്ളൊരു ഐറ്റം. ഫുൾ ലുക്കിൽ വരുമ്പോഴത്തേന് നിങ്ങൾ തയ്ച്ചിട്ട് കഴിഞ്ഞ് നോക്കിയാൽ മതി, എത്ര രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ നമ്പർ AC 490, റേറ്റ് 1100 മാത്രമേ ഉള്ളൂ. 1100.